ഹലോ ഹായ്. ഇന്ന് ഞങ്ങൾ കോയമ്പത്തൂരേക്കുള്ള യാത്രക്കിടയിൽ റോഡ് സൈഡിൽ ഒരാളെ കണ്ടു. അപ്പോൾ വണ്ടി നിർത്തിയതാണ്. ഇതാ നല്ലൊരു ലക്ഷണമൊത്ത ആരോഗ്യക്കുട്ടനായ ഒരു കാട്ടി. അയാളിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പുല്ല് തിന്നുന്നതാണ്, കൂട്ടമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തി വെറുതെ ഒന്ന് കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് കരുതി നിർത്തിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ റെയിൽവേ ട്രാക്ക് കാണാം. ഈ ട്രാക്കിൽ നാരോ ഗേജ് ഏറ്റവും ചെറിയ ട്രെയിനാണ് ഇതിൽ പോകുന്നത്. ഊട്ടിയിലെ യുനെസ്കോ യുനെസ്കോ പട്ടികയിലുള്ള ഒരു പൈതൃക തീവണ്ടി എന്നൊക്കെ പറയും. ഈ ട്രെയിന് ടോയ് ട്രെയിൻ എന്നും പറയും. ഇത് ടൂറിസ്റ്റ് ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ട്രെയിനാണ്. അതായത് പ്രത്യേകിച്ച് യാത്ര അല്ല, ഒരു ഒരു അഡ്വഞ്ചർ, അതൊക്കെ അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ പോകുന്ന ട്രെയിനാണ്. ഇപ്പോൾ ഈ വഴിക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പല സമയങ്ങളിലും നമുക്ക് ആ ട്രെയിൻ ഇതിൽ പാസ്സാകുന്നത് കാണാം. അടിപൊളിയായിട്ടുള്ളൊരു ടോയ് ട്രെയിനാണ്. പണ്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ റെയിൽപ്പാളവും അതിന് നടുക്ക് പൽചക്രങ്ങളൊക്കെ കാണാം. കുത്തനെ കയറി വരുമ്പോൾ ട്രെയിനിന് പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയപ്പെടുന്നത്. ഈ പൽചക്രങ്ങൾ അതുവഴിയാണ് കയറി വരിക. അങ്ങനെ നമ്മൾ ഈ റോഡിലൂടെ പോകുമ്പോൾ മേട്ടുപ്പാളയം ചുരം ഇറങ്ങി പോകുമ്പോൾ പല സ്ഥലങ്ങളിലും ഈ റെയിൽ ക്രോസ് കാണാം. ഇതാണ് മേട്ടുപ്പാളയം ചുരം. ഊട്ടിയിൽ നിന്ന് മേട്ടുപ്പാളയത്തേക്ക് പോകുന്ന ചുരം പാതയാണ്. വളരെ മനോഹരമാണ്. രാവിലെ ഇതിൽ പോകുമ്പോൾ നല്ല വൈബാണ്. എന്തായാലും നമ്മൾ കോയമ്പത്തൂരേക്കുള്ള യാത്രയാണ്. രാവിലെ ഒമ്പതേകാലാകുമ്പോഴേക്കും എത്താനാണ് പ്ലാൻ. രാവിലെയുള്ള യാത്രകൾ എപ്പോഴും മനോഹരമായിരിക്കും. വ്യത്യസ്തമായ കാഴ്ചകളും നല്ല സുന്ദരമായ കാലാവസ്ഥയും നല്ല തണുപ്പുമുണ്ട്. ഊട്ടിയിലാണുള്ളത്. കാഴ്ചകളൊക്കെ കണ്ട് കോയമ്പത്തൂർ പോയിട്ട് ഇന്ന് തന്നെ തിരിച്ചു വരണം. നീലഗിരി ഇങ്ങനെ താണ്ടിക്കൊണ്ട് പോവുകയാണ്. ഇതാണ് നമ്മുടെ വണ്ടി. ഈ വണ്ടിയിലാണ് കോയമ്പത്തൂരേക്കുള്ള യാത്ര. അപ്പോൾ കോയമ്പത്തൂർ പോയി വരാം എല്ലാവർക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.